നമസ്കാരം. യദുവിൻ്റെ അച്ഛമ്മാസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ ഒരുവിധ സുഖം തന്നെ. രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ തുടങ്ങുന്നത്. രാവിലെ അപ്പവും പൊട്ടറ്റോ സ്റ്റൂവുമാണ്. പൊട്ടറ്റോ സ്റ്റൂ തേങ്ങാപ്പാലിൽ പൊട്ടറ്റോ, സവാള, പച്ചമുളക് എന്നിവ അരിഞ്ഞ് വേവിച്ചതിന് ശേഷം ഗരം മസാലപ്പൊടിയും ഉപ്പ് പൊടിയും മാത്രം ഇട്ട് ചൂടാക്കി കടുക് വറുത്തെടുത്തതാണ്. ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണണേ. ലാസ്റ്റിൽ ഞാൻ ചില ടിപ്പുകൾ പറയുന്നുണ്ട്. വയസ്സായതാണെന്ന് പറഞ്ഞാൽ ടിപ്പുകളൊന്നും അവഗണിക്കരുതേ. അപ്പം ഉണ്ടാക്കി അപ്പത്തിൽ സോഡാപ്പൊടിയോ ഈസ്റ്റോ യാതൊന്നും ചേർത്തിട്ടില്ല. പാലോ കള്ളോ തേങ്ങാപ്പാലോ യാതൊന്നും ചേർത്തിട്ടില്ല. വെറും പച്ചരി, 1 ടീസ്പൂൺ ഉഴുന്ന്, 1/4 ടീസ്പൂൺ ഉലുവ എന്നിവ വെള്ളത്തിലിട്ട് കുതിർത്ത് 3 മണിക്കൂർ കുതിർത്തതിന് ശേഷം കുറച്ച് ചോറും കൂടെ ചേർത്ത് അരച്ച് ഒരു ദോശമാവും കൂടെ ചേർത്ത് 2 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇളക്കി 6 മണിക്കൂർ വെച്ചിരുന്ന മാവാണ്. നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. ആവോലിയുടെ കുഞ്ഞുങ്ങളാണ്. ഇന്ന് കിട്ടിയതല്ല കേട്ടോ, ഫ്രിഡ്ജിലുണ്ടായിരുന്നതാണ്. ഇത് എല്ലാം ഞാൻ 3-4 മാത്രമേ എടുത്തുള്ളൂ. അതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ച് വച്ചിരിക്കുന്നത്. ഇന്ന് അരച്ചെടുത്ത് പൊടിയെടുത്തില്ല. മുഴുവൻ മുളക്, വറ്റൽ മുളകും, 2 പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, കുരുമുളക്, 1 ടീസ്പൂൺ അരിപ്പൊടി, ഉപ്പുപൊടി എല്ലാം കൂടെ ചേർത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചില്ല. എനിക്ക് നല്ലപോലെ പേസ്റ്റ് ആവണം ഇഷ്ടമല്ല. ഇങ്ങനെ തരി കിടക്കണം, തരിയൊക്കെ ഉണ്ടായിരിക്കണം, എന്നാൽ അത് മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് അതിന് വേണ്ടി അരച്ചതാണ്. ഇത് ഫ്രൈ ചെയ്യണം. എന്തിനാണോ എന്തോ ഇന്ന് ചോറൊന്നും വയ്ക്കുന്നില്ല. കാരണം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ആളില്ല. ദേവു സ്കൂളിൽ പോയി. ഇതിൻ്റെ ചേച്ചി ദേവിയുടെ കോളേജിൽ പോയിരിക്കുകയാണ്, അവളുടെ അച്ഛനും അമ്മയും എല്ലാവരും ഇന്ന് വൈകുന്നേരമേ വരുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ആരുമില്ല. അപ്പം ചോറൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിന്ന് മീനെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പോ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ 2 അപ്പം അതിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചെറിയ ആകോലി ഒരെണ്ണം വറുത്തത്, ഒരെണ്ണം ഞാൻ എടുത്തു. ഒരെണ്ണം മതിയാവും. ഇരിക്കുന്നത് ഈ ചെറുതാണെങ്കിൽ ഇതിനകത്ത് മീൻമുട്ട ഉണ്ടായിരുന്നു. മീൻമുട്ടയെ നമ്മളെ നാട്ടിലൊക്കെ പരു എന്നാണ് പറയുന്നത്. അത് എനിക്ക് വലിയ ഇഷ്ടമാണ്. അതും കൂടെ വറുത്ത് വച്ചിരിക്കുകയാണ്. പിന്നെ ഇത് മുട്ട ഇല്ലാത്ത മുട്ടക്കറിയാണ്. വെറും സവാളയും പച്ചമുളക് ചേർത്ത് വെച്ചതാണ്. അത് കുറച്ച് എടുക്കാം. പിന്നെ ഇതാ പഴം ഇരിക്കുന്നു. ഇതിന് 2 പഴം കൂടെ കഴിക്കാം. പിന്നെ കടുപ്പം കുറച്ച് ചായ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കഴിച്ചാൽ മതി. കാരണം എനിക്ക് ഗ്യാസും അസിഡിറ്റി, നെഞ്ചിരിച്ചിലും വളരെ കൂടുതലാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു വയറ് കാലിയാകാനും പാടില്ല, വയറ് നിറയാനും പാടില്ല. അപ്പോൾ എന്തെങ്കിലും കഴിച്ചാൽ മതിയാവും. അപ്പോൾ നിങ്ങളൊക്കെ ഊണ് കഴിച്ചോ? ഇനി ഞാൻ എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ട ടിപ്പുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുടി സംരക്ഷണത്തിനും മുഖ സംരക്ഷണത്തിനും ത്വക്ക് സംരക്ഷണത്തിനും അല്ലേ. ഞാനിന്ന് മുടി സംരക്ഷണത്തിൻ്റെ ചില ടിപ്പ് പറഞ്ഞു തരാം. നമ്മൾ മുടിയിൽ ഏതെണ്ണയാണോ തേക്കുന്നത് അത് കുറച്ചെടുത്ത് ഒരാഴ്ചയിലൊരിക്കൽ അതിനെ ഒന്ന് ചൂടാക്കി നമ്മൾ 3 വിരൽ കൊണ്ട് നമ്മൾ കയ്യിൽ നടുക്കുള്ള 2 കയ്യിലെ 3 വിരൽ വെച്ച് തലയോട്ടിയിൽ എല്ലായിടത്തും നല്ലതുപോലെ മസാജ് ചെയ്യണം. മസാജ് ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ചെറിയ വീര്യം കുറഞ്ഞ ഷാമ്പുവോ താളിയോ ചെമ്പരത്തിയില താളിയായിട്ട് മിക്സിയിൽ അരച്ചിട്ട് വെള്ളം ഒഴിച്ചരിച്ച് താളിയായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഉപയോഗിച്ച് കഴുകിക്കളയാം. ഷാമ്പൂവും തേക്കാതിരിക്കുന്നതാണ് നല്ലതെങ്കിലും തലയോട്ടിയിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചാൽ നമ്മളെന്തെങ്കിലും വീര്യം കുറഞ്ഞ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയണം. കാരണം താരന പേനൊക്കെ ഉണ്ടാകാനിടയാണ്. നമ്മളങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുകൊണ്ട് മുടി കൊഴിച്ച് തടയാൻ അത് സഹായിക്കും. ഒരാഴ്ചയിലൊരിക്കൽ അങ്ങനെ ചെയ്താൽ മതി. അല്ലാത്ത ദിവസവും നമ്മൾ അതുപോലെ കുളിക്കുന്ന പോലെ കുളിക്കാം. അതുകൂടാതെ മുടി വളരുന്നതിനും സഹായിക്കും. പിന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ സമയത്ത് 1-2 തുള്ളി എണ്ണ, 3-4 തുള്ളി എണ്ണ മുടിയുടെ മീതെ മാത്രം തേച്ചിട്ട്, തലയോട്ടിൽ സ്പർശിക്കാതെ മീതെ തേച്ചിട്ട് മുടിയിൽ മാത്രം ഒന്ന് തടവി നല്ലതുപോലെ ചീകി പിന്നുകയോ ഇടുക്കി കെട്ടുകയോ ഉച്ചി കെട്ടുകയോ നല്ലതുപോലെ പിന്നി കെട്ടി
കിടന്നുറങ്ങാം. ദിവസവും അങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ മുടി നല്ല തിളക്കമുള്ളതായിരിക്കും. ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ പിറ്റേ ദിവസം നമുക്കത് ചെയ്യുമ്പോൾ മനസ്സിലാവും. അങ്ങനെ മുടിയുടെ തുമ്പ് ബെഡിൽ ടച്ച് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പിന്നി ഇടുന്നവർ ഒരു ഉണ്ട പോലെ തുമ്പിൽ കെട്ടിയിട്ടാൽ മതി. പിന്നെ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. ഒരു ടിപ്പ് കൂടെ, മുടിയുടെ ടിപ്പ് തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. അതായത് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ, തേയില വെള്ളം, കടുപ്പത്തിലുള്ള തേയില വെള്ളം കുളിച്ച് കഴിഞ്ഞ് തല തോർത്തിയതിന് ശേഷം ഈ ഒരു കപ്പ് തേയില വെള്ളം മുഴുവൻ തലയിൽ അപ്ലൈ ചെയ്ത് തലമുടിയിൽ തേച്ച് പിന്നീട് വേറെ വെള്ളം ഒഴിക്കേണ്ട, കഴുകി തല തുടച്ചെടുത്താൽ മതി. മുടി പിറ്റേ ദിവസം തന്നെ നമുക്കതിൻ്റെ അനുഭവം മനസ്സിലാകും. ഒരു കപ്പ് കടുപ്പത്തിൽ കട്ടൻ ചായ ഇട്ട് തണുപ്പിച്ച് അരിച്ചെടുത്തുകൊണ്ടങ്ങ് കുളിക്കാൻ സമയത്ത് ബാത്റൂമിൽ കയറിയാൽ മതി. വേറെ ഒരു പ്രശ്നവുമില്ല, വേറെ കൂടുതലായി സമയം വേണ്ട. ഇതൊക്കെ ഞാൻ എൻ്റെ അനുഭവം കൊണ്ടും വളരെ പഴക്കം ചെന്ന ടിപ്പുകളാണിതൊക്കെ. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കേട്ടോ. നിങ്ങൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.